തിരുവനന്തപുരത്ത് സ്കൂൾ അധ്യാപകനെതിരെ പോക്സോ കേസ്. നെട്ടയം സ്വദേശിയായ അധ്യാപകൻ അരുൺ മോഹനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. വിവരം മറച്ചുവെച്ചതിന് പ്രിൻസിപ്പലിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അമലാണ് നമ്മൾ ചേരുന്നത്. വിവരങ്ങളുമായി അമൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ ഒരു അധ്യാപകനെതിരെയാണ് പോക്സോ കേസ് വന്നിട്ടുള്ളത്. ഈ വിവരം മറച്ചു വെക്കുക കൂടി ചെയ്തിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഈ കുട്ടിയെ 5ാം ക്ലാസ് മുതൽ ഈ അധ്യാപകൻ നിരന്തരമായി പീഡിപ്പിക്കുന്നു എന്നുള്ളതാണ് കേസ്. ഈ 7ാം ക്ലാസ് എത്തിയപ്പോൾ ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കി. അപ്പോഴാണ് കുട്ടി ഈ കാര്യങ്ങളെല്ലാം കൗൺസിൽ ചെയ്ത ആളോട് തുടർന്ന് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളാണ്. അവിടുത്തെ അധ്യാപകനാണ് അരുൺ മോഹൻ. നെട്ടയം സ്വദേശിയാണ്. അരുൺ മോഹനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു വിവരം, ഈ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ഈ വിവരം പുറത്തറിഞ്ഞിരുന്നു, സ്കൂളിൽ അറിഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷവും ഇത് പോലീസിനെ അറിയിക്കാനോ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനോ അവർ തയ്യാറായി. അതിനുശേഷം ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വാർത്ത നൽകും സമയത്ത് ഒരുപാട്, നേരത്തെ ഈ വാർത്ത പോയ സമയത്താണെങ്കിലും ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു പ്രമുഖ സ്കൂൾ, ആ സ്കൂളിന് എന്താ പേരില്ലേ എന്നൊരു ചോദ്യം നിരന്തരമായി ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അത് നിയമപരമായി പറയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ആ കുട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിവരം പൊതുസമൂഹത്തിന് മനസ്സിലാകാൻ പരുവത്തിനുള്ള ഒരു കാര്യവും പറയരുത് എന്ന് നിയമവ്യവസ്ഥ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനാലാണ് ആ സ്കൂളിൻ്റെ പേര് പറയാത്തത്. അല്ലാതെ ആ സ്കൂളുമായി നമുക്ക് എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടോ അവരുടെ പേര് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ അല്ല. അത് ആ കുട്ടിയുടെ സ്വകാര്യ സംബന്ധിച്ച വിഷയമാണ്. ഞാനും ആ കാര്യം പറയാൻ വരികയായിരുന്നു. പ്രമുഖ സ്കൂൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന ചോദ്യമാണ്. അമൽ, നിയമ നടപടി സ്വീകരിച്ചില്ല എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടി ഈ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യം പറഞ്ഞതിന് പിന്നാലെ ഈ അധ്യാപകനെതിരെ സ്വീകരിച്ചിരുന്നോ? ഗുരുവാണ് അല്ലെ, കുട്ടികളെ നയിക്കേണ്ട, വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇത് ഉണ്ടാവുന്നു എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് തീർത്തും അസഹനീയം കൂടിയാകുന്നത്. അങ്ങനെ എന്തെങ്കിലും നടപടി എടുത്തിരുന്നോ? സ്കൂള് ഈ വിഷയം അറിഞ്ഞതിന് ശേഷം അധ്യാപകരുടെ നടപടിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതും കേസെടുത്തതിന് ശേഷം. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ വിവരം കൗൺസിലിങ്ങിൽ പുറത്തറിയുന്ന സമയത്ത് പോലും സ്കൂളിൻ്റെ ഒരു പ്രസ്റ്റീജ് എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞുകൊണ്ട് അവർ ഈ വിവരം മറച്ചു വെച്ചു. കുടുംബത്തെ കൃത്യമായി വിവരം അറിയിക്കാൻ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ ഈ പോലീസിലും വിവരം അറിയിക്കണമെന്നുള്ളതാണ് നിയമം. അതും ലംഘിക്കപ്പെട്ടു. അതിനാലാണ് ഇപ്പോൾ സ്കൂളിനെതിരെ കൂടി ഈ സമീപകാലത്ത് ഇങ്ങനെ ഒരു സ്കൂളിനെതിരെ ഈ പോക്സോ കേസ് എടുത്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഇത് മറച്ചു വെച്ചതിൻ്റെ പേരിൽ പ്രിൻസിപ്പലിനെതിരെ, സ്കൂളിലെ പ്രിൻസിപ്പലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. പോലീസ് എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗ അറസ്റ്റും ഉണ്ടായിരിക്കുന്നത്. ഈ അറസ്റ്റിലായിട്ടുള്ള അധ്യാപകൻ നെട്ടയം സ്വദേശിയായ അരുണാണ്. അരുണിനെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ, ശരി, വിവരങ്ങൾ നൽകിയത്.